ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു ഡിന്നർ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ചധികം പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷമൊക്കെ ആയിരുന്നതുകൊണ്ട് കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് പാല് ഉപയോഗിച്ചില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു 2.5-3 ലിറ്ററോളം പാലാണ് ഒരു വലിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മളിത് ഈ പാല് പിരിഞ്ഞ് കിട്ടാനായിട്ട് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ അല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നത് തൈര് യൂസ് ചെയ്തിട്ടാണ് ഈ പനീർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ടും ആ ഒരു ടേസ്റ്റും ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഇപ്പം ഞാനൊരു 1/2 കപ്പ് തൈര് ആദ്യം എടുത്ത് വെക്കുകയാണ്. ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും കേട്ടോ. നമുക്ക് ഒഴിക്കുമ്പം പിരിഞ്ഞ് കിട്ടുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് ഒത്തിരി ഇങ്ങനെ തിളച്ച് പൊങ്ങണ്ട, നന്നായിട്ടിങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് നാരങ്ങ നീരോ വിനീഗറോ അല്ലെങ്കിൽ തൈരോ ഏതാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതായത് തിളച്ച് തുടങ്ങി കണ്ടോ, ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ പത വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് ഇങ്ങനെ പനീർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിന് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച തൈരുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതിനങ്ങനെ കറക്റ്റ് ഒരളവ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പൊക്കെ മാക്സിമം അത്രയും മാത്രമേ വേണ്ടി വരുള്ളൂ. പിന്നെ ഈ നാരങ്ങാനീരും വിനീഗറും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പാല് പിരിഞ്ഞ് വരും. പക്ഷെ തൈര് ചേർക്കുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഒരു 3-4 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് അത് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളവും പാലും ഇങ്ങനെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയിൽ നല്ല വൃത്തിയുള്ളൊരു തുണി ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി പതുക്കെ ഈ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞും കൂടി കൊടുക്കണം കേട്ടോ. എക്സ്ട്രാ കുറച്ചും കൂടിയൊക്കെ വെള്ളം അതിനകത്തുണ്ടാവും. ചെറിയ ചൂടുണ്ടാവും, എന്നാലും പതുക്കെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള വെള്ളം പോയി അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ തുണി കൊണ്ട് തന്നെ നല്ലപോലെ മൂടാം. ഇനി അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഓക്കെ, അതിനകത്ത് കൂടുതലുള്ള വെള്ളം അങ്ങ് താഴെ കൂടെ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചപ്പാത്തി പലകയാണ് വെക്കുന്നത്, മാർബിളിൻ്റെ ചപ്പാത്തി പലക. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറൊരു പാത്രമൊക്കെ വെക്കാം. ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ട് 1 മണിക്കൂറായി കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എപ്പോഴും പനീർ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സെറ്റായിട്ട് കിട്ടും. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സമയം സന്ധ്യയായി. അപ്പം നമുക്കിനി ഡിന്നർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാനൊരു ചപ്പാത്തി, ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ചേർക്കാനായിട്ട് നേരത്തെ തന്നെ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ ക്യാരറ്റായിരുന്നു, വലുതാണെങ്കിൽ 1 മതി. അതിൻ്റെ കൂടെ ഒരു വലിയ ഉരുളക്കിഴങ്ങും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊന്നും ചേർക്കാതെ ഒരു 5-6 വിസിൽ വേവിച്ച് വെച്ചത് കേട്ടോ. നല്ല പോലെ സോഫ്റ്റ് ആവുന്നവരെ വെന്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിരിക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മളൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം വേണ്ട കേട്ടോ, ജസ്റ്റ് അത് കളയാം. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇത് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഉടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ പൊട്ടറ്റോ മാഷർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം.
ചെറിയ ചെറിയ തരികളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളക് ചതച്ചത് ചേർക്കാം, ചില്ലി ഫ്ലേക്സ്. അതൊരു 1 മുതൽ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ചെറിയ പിടി മല്ലിയില ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. ബാക്കി സാധനങ്ങൾ മാത്രം മതി. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി. ഞാനിവിടെ ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നെയ്യ്, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ നെയ്യേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒഴിവാക്കിയാലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ അത് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് ആദ്യം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇപ്പോൾ ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ഒക്കെ ഇങ്ങനെ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ കൈവച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒത്തിരി വേണ്ടി വരത്തില്ല, കാരണം ക്യാരറ്റിന്റെ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ നല്ല ഈർപ്പം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വളരെ കുറച്ചേ ആവശ്യം വരുള്ളൂ കേട്ടോ. എനിക്കിതിനകത്തൊരു 1/4 കപ്പ് ഇളം ചൂട് വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ ഒരു 1-2 മിനിറ്റ് ഈ മാവ് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് വരെ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് പനീർ കറിയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇത് മൂടി വെക്കണം. എണ്ണയൊന്നും തേക്കണ്ട, വെറുതെ ഇതുപോലെ മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പനീർ ഞാൻ എടുത്തു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല സെറ്റായി വന്നു, പൊടിഞ്ഞു പോകുന്ന ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പനീറിനേക്കാളും നന്നായിട്ട് കിട്ടും കേട്ടോ. ടേസ്റ്റും അതേ നല്ലതാണ്. ഈ സൈഡൊക്കെ ഇങ്ങനെ അത്ര ഷേപ്പ് ഒന്നും ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ടാണ്. അപ്പോൾ പക്ഷെ ഉള്ളിലുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പനീറാണ്. തൈര് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കുറച്ചും കൂടി നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 2.5-3 ലിറ്റർ പാലെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 ഗ്രാം പനീർ കിട്ടും കണ്ടോ. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു അളവിൽ കറി ഉണ്ടാക്കാൻ പറ്റുമേ. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2 കഷ്ണം പട്ട, 3-4 ഏലക്ക, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 2 സവോള, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം വരും. പിന്നെ 1-2 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് നിറം മാറിയൊക്കെ വരണം. പക്ഷേ സവോള ചെറുതായിട്ട് നിറമൊക്കെ മാറി തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുതൽ 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് കാണത്തില്ല, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കും കേട്ടോ. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ്. ഇതെല്ലാം കൂടി നല്ല പോലെ വഴറ്റി പൊടികളുടെ ഒരു ചുവ നന്നായിട്ടങ്ങ് മാറി വരണം. ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് തൈര് ചേർക്കില്ലേ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ തൈരും തക്കാളിയും എല്ലാം കൂടി നല്ല പോലെ മിക്സായി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഇതിന് ഒത്തിരി ഗ്രേവി ഇല്ല, നമ്മളൊരു പനീർ റോസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാനൊരു 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്.
കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞിടാം. കറിവേപ്പില ആയാലും മതി, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബിരിയാണി മസാലയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഈ ഗ്രേവി ഒന്ന് നല്ല പോലെ കുക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റ് എങ്കിലും ചെറിയ തീയിൽ ഈ ഗ്രേവി ഒന്ന് വേവിക്കണം. ഈ സവോളയും ആ ഒരു മസാല നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പനീർ ചേർക്കുന്നത്. പനീറിന് അധികം വേവില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി. അപ്പം അതിന് മുന്നേ തന്നെ ഗ്രേവി നല്ല പോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. ചെറിയ തീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, തീ കൂട്ടി വെച്ച് വറ്റിപ്പോവരുത്. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തി എടുത്താൽ മതി. എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉരുളകൾ ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 പേർക്ക് 4 അല്ലെങ്കിൽ 5 പേർക്ക് കഴിക്കാനുള്ള അത്രയും ആ ഒരു അളവിൽ ചപ്പാത്തി കിട്ടും. പിന്നെ മാവ് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്താൽ മതി. ഓരോ ഉരുളകളായിട്ട് എടുത്ത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കാം. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പരത്തുന്ന സമയത്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എപ്പോഴും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ പറ്റും. സാധാരണ ഒരു ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയാൽ മതി. അപ്പോൾ ഞാനത് പരത്തിയെടുത്തു. ഇനി നമുക്കത് ചുട്ടെടുക്കാം. സാധാരണ ചപ്പാത്തിയുടെ വേവേ ഉള്ളൂ കേട്ടോ, ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ചപ്പാത്തി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് നല്ല ചൂടിലിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്ത് എടുക്കുക ആണ് ചെയ്യുന്നത്. ഒരുപാട് സമയം ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചപ്പാത്തി കുറച്ച് കട്ടിയായി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും കുക്ക് ചെയ്തെടുത്തത്. ഇനി ലാസ്റ്റ് ഒരല്പം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാക്സിമം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് പരത്തുന്ന ആ സമയത്ത് തന്നെ കുക്ക് ചെയ്തും കൂടി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം എല്ലാം കൂടി പരത്തി വെച്ചിട്ട് അവസാനം ചെയ്യാൻ നിൽക്കണ്ട, കാരണം നല്ല സോഫ്റ്റ് ആണ്, ചിലപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതേ പനീറിന്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, നന്നായിട്ട് ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്, പഞ്ചസാര ഒഴിവാക്കരുത്. ഓക്കെ, നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഗ്രേവി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീറാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരുപാട് പൊടിഞ്ഞു പോകത്തില്ല. ആ കഷ്ണങ്ങൾ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒരല്പം കൂടി മല്ലിയില ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഗ്രേവി ഒരുപാട് വറ്റിപ്പോകരുത്. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു കാസറോളിൽ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, ചൂടൊന്നും പോവാതെ. ആ സമയം കൊണ്ട് പനീറും റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പനീർ റോസ്റ്റ് ആണ് കേട്ടോ. ചിലർക്കൊന്നും പനീർ കഴിക്കാൻ അത്ര ഇഷ്ടമായിരിക്കില്ല, പക്ഷെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീർ വെച്ചായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ റെഡി. അപ്പോൾ ഈ റെസിപ്പീസ് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.